അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരുടെ അടുത്ത് നിന്ന് എടുക്കുമ്പോൾ ആ മീനുകൾക്കൊക്കെ നല്ല ആക്ടിവേഷനാണ്. എന്നാൽ ആ മീൻ നമ്മൻ്റെ ഇവിടെ വന്നിട്ട് നമ്മൾ അത് എന്താ പറയുക വളർത്തിയെടുക്കുമ്പോൾ നമ്മൾ ചിലപ്പോൾ 2-3 ദിവസം കൂടുമ്പോൾ ഒരിക്കൽ ഫുഡ് കൊടുക്കും. അങ്ങനെ ഒരിക്കലും കൊടുക്കരുത്. അപ്പോൾ അവരുടെ ആക്ടിവേഷൻ കുറയും, അവരുടെ കുട്ടികളുടെ ആക്ടിവേഷനും കുറയും. അപ്പോൾ പിന്നെ ഞാൻ അടുത്തതായിട്ടൊരു വീഡിയോ ചെയ്യുന്നുണ്ട്, ഫൈറ്ററുടെ കുട്ടികളിനെ എങ്ങനെ എത്രയും പെട്ടെന്ന് വളർത്തിയെടുക്കാം. ആ വീഡിയോ എല്ലാവരും ഒന്ന് പോയി കാണുക. അതിപ്പോൾ ചെയ്തിട്ടില്ല, അടുത്ത വീഡിയോ വരും. അപ്പോൾ ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തിടുക, വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തിടുക. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം, നോട്ടിഫിക്കേഷൻ ബട്ടൺ എനേബിൾ ചെയ്യാം. എന്നാൽ അപ്പോൾ ഞാൻ ചെയ്യുന്ന ആ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി വെച്ചാൽ ലൈക്ക് അടിക്കാൻ മറക്കരുത്, ഡിസ്ലൈക്ക് ചെയ്യാൻ പറയുന്നില്ല. അപ്പോൾ നമുക്ക് നോക്കേണ്ട ക്വാളിറ്റിയും ഹെൽത്തുമാണ്. ഹെൽത്തിൻ്റെ കാര്യം എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു നല്ല ആക്ടിവേഷൻ വേണം. ആക്ടിവേഷനുള്ള എടുത്താൽ മാത്രമാണ് അവർ ബ്രീഡായി കിട്ടുള്ളൂ. എന്നാൽ മാത്രമേ നമുക്ക് അവരിനൊരു 7-8 മാസം യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. മെയിൽ അത്യാവശ്യം അഗ്രസീവ് എടുക്കുന്നതിൽ ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പോൾ അത് ഞാനൊക്കെ മെയിൽ അത്യാവശ്യം അഗ്രസീവ് എടുക്കുകയാണെങ്കിലും നമ്മളിപ്പോൾ ബ്രീഡിങ്ങിൻ്റെ സമയത്ത് ഫീമെയിലിനൊന്ന് ആ ഒരു ഗ്ലാസ് ജാറിൽ വെച്ചിട്ടൊന്ന് മെയിലിനെ ഫീമെയിലിൻ്റെ അടുത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്യും. അല്ലാണ്ട് വിട്ടാൽ പണി കിട്ടുമൊന്നുമില്ല, എന്നാലും കുഴപ്പമില്ല. പിന്നെ അവരുടെ കണ്ടീഷൻ്റെ ടൈം രണ്ടുപേരിനും ഒരുമിച്ച് കാണാൻ വേണ്ടി എല്ലാ ദിവസവും അവരെ കാണാൻ അനുവദിക്കും. അപ്പം അതൊക്കെ കൊണ്ട് അവർക്ക് കണ്ട് പരിചയമുണ്ട്. അപ്പോൾ അഗ്രസീവ്നെസ് ഇത്തിരി കുറയും. അപ്പോൾ അങ്ങനെ ചെയ്തു നോക്കുക. അപ്പോൾ അത്യാവശ്യം അഗ്രസീവാണ് വെച്ചാൽ എല്ലാവരും വിഷമിക്കണ്ട. ഇനി ഡള്ളായിട്ടുള്ള മീനിനെ എടുത്ത് വെച്ചാൽ പ്രശ്നം, ബ്രീഡിങ് നടക്കൂല. ഇനിയിപ്പോൾ കൊണ്ടുവരികയാണെന്ന് വെച്ചാൽ അവർക്ക് അസുഖം ഉണ്ടാവും. അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക, നോക്കിയും കണ്ടും വാങ്ങുക. അപ്പോൾ പിന്നെ നമുക്ക് അടുത്തായി നോക്കാൻ പോകുന്നത് അവരിൻ്റെ ഒരു പ്രത്യേക കാര്യമാണ്. ഞാൻ നോക്കുന്ന ഒരു പ്രത്യേക കാര്യമാണ്. അപ്പോൾ ഞാൻ നോക്കുന്ന പോലെ എല്ലാവരും നോക്കി വെച്ചാൽ ഒരു 100-99% ബ്രീഡിങ് സക്സസ് ആവും. ഒന്നാമത് നോക്കേണ്ടത് ഫീമെയിലിൻ്റെ സൈസ് വളരെ കുറവായിരിക്കണം. പിന്നെ രണ്ടാമത് നോക്കേണ്ടത് ഫീമെയിലിൻ്റെ എഗ്സ് ലോഡായിട്ടുള്ള ഫീമെയിൽസ്. അവരുടെ എഗ്സ് ലോഡായിട്ടുള്ള ഫീമെയിൽസ് കുറച്ച് ടൈപ്സ് ഉണ്ട്. ചില ടൈപ്സിൽ അത്യാവശ്യം സൈസ് ഉണ്ടാവും. ഇതിപ്പോൾ ഫീമെയിലാണ് വെച്ചാൽ ഇന്ന് ഇങ്ങനെ തടിച്ചിട്ടായിരിക്കും എഗ്സ് വരിക. ചില ഫീമെയിലിന് എഗ്സ് ഇവിടെ നിന്ന് ഇങ്ങനെ താഴോട്ടാണ്. അപ്പോൾ ഞാൻ പ്രിഫർ ചെയ്യണത് താഴോട്ടുള്ളതാണ്. കാരണം മെയിലിന് കറക്റ്റായിട്ട് ബ്രീഡിങ് പ്രോസസ്സ് നടക്കുന്ന സമയത്ത് നമുക്ക് തീർച്ചയായും ഫെർട്ടിലൈസ് ആവും. അപ്പോൾ അതുകൊണ്ട് എഗ്സ് താഴെ ഉണ്ടാകുമ്പോൾ ഫീമെയിലിൻ്റെ സൈസ് കൂടാൻ അത് അനുവദിക്കില്ല. എന്നാൽ എഗ്സ് സൈഡിലേക്കാണ് വെച്ചാൽ ഓരോരോ ബ്രീഡിങ് കഴിയുമ്പോൾ അവരുടെ എഗ്ഗിൻ്റെ കൗണ്ട് കൂടുന്ന സമയത്ത് സൈസ് കൂടി വരും. അപ്പോൾ മെയിലിന് ബ്രീഡിങ് നടത്തണം വെച്ചാൽ പണിയാണ്. അപ്പോൾ നമുക്ക് 1-2 ബ്രീഡിങ്ങേ കിട്ടുള്ളൂ. അപ്പോൾ നമുക്കൊരു 5-6 മാസം വയ്ക്കുക പറയുമ്പോൾ അത് തീർച്ചയായും ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ സീക്രട്ട് ടിപ്പ് ഞാൻ പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. അപ്പോൾ ഇതുപോലത്തെ ടിപ്സ് വേണം വെച്ചാൽ എൻ്റെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിടുക. കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. അപ്പോൾ താങ്ക് യു എവരിവൺ.